നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ നിന്നെ ആരാധിക്കും ഞാൻ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ ഇന്ന് ഉടമ്പടി സുവിശേഷ പര്യടനം നടത്തുന്നത് യാക്കോബിൻ്റെ ആത്മീയ സമുദ്രങ്ങളിലൂടെയാണ്. യാക്കോബിൻ്റെ ദൈവം നമ്മളെപ്പോഴും ദിവ്യബലിയിൽ ഉൾപ്പെടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. അബ്രഹാത്തിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം. അപ്പോൾ രണ്ടർത്ഥമാണ് നമുക്കതിലുള്ളത് ശരിക്കും. ഒന്ന് യാക്കോബിന് വെളിപ്പെട്ട ദൈവം, പിന്നെ എബ്രഹാത്തിന് വെളിപ്പെട്ട ദൈവം, പ്രത്യക്ഷപ്പെട്ട ദൈവം, ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട ദൈവം എന്നാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ അതിന് വേറെ ഒരു ആധ്യാത്മിക അർത്ഥതലമുണ്ട്. അതായത് യാക്കോബും അതുപോലെ തന്നെ എബ്രാഹവും ഇസഹാക്കും ഒക്കെ വിശ്വസിച്ച ഒരു ദൈവമുണ്ട്. യാക്കോബ് വിശ്വസിച്ച ഒരു ദൈവം. യാക്കോബ് ഏത് തരത്തിലുള്ള ദൈവത്തെയാണ് വിശ്വസിച്ചത്? കാരണം അനുഭവങ്ങൾ എപ്പോഴും വരുന്നത് വിശ്വാസത്തിൻ്റെ നിലവാര അടിസ്ഥാനത്തിലാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, വിശ്വാസത്തിന് എപ്പോഴും ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻ. നമ്മൾ വിശ്വാസത്തിനൊക്കെ ഒരു നിലവാരമുണ്ട്, ഒരു ഡിഗ്രി ഉണ്ട്. നമ്മൾ ഓരോ ദിവസവുമുള്ള അനുഭവങ്ങളിലൂടെ ദൈവത്തിലേക്ക് ഉള്ള പ്രാർത്ഥനാ പ്രയാണങ്ങളിലും ഒക്കെ ആത്മീയ യാത്രയിലുമൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വിശ്വാസ നിലവാരം വർദ്ധിച്ചോ. അച്ഛൻ ഇടയ്ക്ക് ഈ ഉടമ്പടിയുടെ തന്നെ ഒരു വലിയ ആധ്യാത്മിക ലക്ഷ്യമാണ് ഉടമ്പടി രൂപകൽപ്പന ചെയ്യുന്ന, അത് വിവക്ഷിക്കുന്ന ഒരു വിശ്വാസ സങ്കല്പമുണ്ട്. ഉടമ്പടി വിവക്ഷിക്കുന്ന ഒരു വിശ്വാസ സങ്കല്പം. അതിലേക്ക് അതൊരു സങ്കല്പമല്ല, ഒരു വിശ്വാസ യാഥാർത്ഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാർ ജീവിച്ച ഒരു വിശ്വാസ യാഥാർത്ഥ്യം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളതിന് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. നമ്മളിവിടെ എല്ലാം പടിപടിയായിട്ടുള്ള എല്ലാ വിശ്വാസ വളർച്ചയുടെ ഉദ്ദേശം സംഭവിക്കുന്നത് ആൻസറിങ് ടു ദി ഫെയ്ത്താണ്. വിശ്വാസത്തെ നമ്മളെങ്ങനെ ആൻസർ ചെയ്തു. കുറച്ച് ദിവസങ്ങൾ മുമ്പ്, 2 ദിവസം മുമ്പ് ഞാൻ എങ്ങനെ വിശ്വാസത്തെ ആൻസർ ചെയ്യണമെന്ന് പറയാം. ഒരു ചെറിയ ഉദാഹരണം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ കൃപാസനത്തിൽ ഓഫീസിൻ്റെ വാതിക്കൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഗേറ്റിങ്കിൽ കുറേ ആൾക്കാർ വന്നു. അപ്പം ഞാൻ അവരെ തിരിഞ്ഞു നോക്കിയതും ഞാൻ നിന്നിരുന്നത് ഒരു പച്ച പ്ലാസ്റ്റിക്കിൻ്റെ PVSൻ്റെ ഒരു ചവിട്ടിയിലാണ്. ഞാൻ തിരിഞ്ഞത് മാത്രം ഓർക്കുന്നുണ്ട്. പിന്നെ ഞാൻ വട്ടം കണ്ടിച്ച് വീഴുകയാണ് ചെയ്തത്. അവിടെ തീട്ടി ആ തിരികെയും ഈ ഷീറ്റ് തെറിച്ച് പോവുകയും ഞാൻ മലന്നടിച്ച് വീഴുകയും കമന്നടിച്ച് വീഴുകയും എന്താണ് ചെയ്തതെന്ന് അറിയാൻ പാടില്ല. ഞാൻ വീണ്. പക്ഷേ വീണപ്പോൾ എൻ്റെ കൈ ഞാൻ കുത്തിയത് കൊണ്ട് എൻ്റെ തല ജസ്റ്റ് ആ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ ഇടിച്ചില്ലെന്നേ ഉള്ളൂ. ഇടിച്ചിരുന്നെങ്കിൽ തല പൊട്ടിപ്പോരാം. പക്ഷെ കൈ കുത്തിയപ്പോൾ എന്നാ പറ്റി? കൈ പൊക്കാൻ പറ്റണില്ല. ഇപ്പോഴും പൊക്കാൻ പറ്റണില്ല. കൈ പൊങ്ങത്തില്ല. അപ്പോഴേ
എന്താണ് എൻ്റെ കയ്യിൽ നിന്നുണ്ടായ തെറ്റ്? ഒരു തെറ്റുമില്ല. ഞാൻ കൃപാസനത്തിൻ്റെ വാതിക്കൽ പ്രാർത്ഥിക്കാൻ വന്ന ആൾക്കാർ നോക്കിയതാണ് പ്രവർത്തനം. പക്ഷേ അപ്പോൾ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇല്ലായിരുന്നു ആ സമയത്ത്. ഇതൊരു നിസ്സാര കാര്യമല്ലല്ലോ, എനിക്കിപ്പോൾ എന്ത് കൈപ്പൊക്കാൻ പറ്റണില്ലല്ലോ. പക്ഷെ ഇന്ന് വരെ ഞാൻ ഈ വിഷയം ദൈവത്തോട് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കൊന്നും ഇല്ലല്ലോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നവർ നോക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഞാൻ വീഴാതെ നോക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമല്ലായിരുന്നു. നീ നിൽക്കുന്നതും വീഴുന്നതും ഞാൻ അറിയണത്, ഒരു മുടിനാര് താഴെ വീണാൽ ഞാൻ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തുകൊണ്ടാണ് എന്നെ താങ്ങാതിരുന്നത് എന്ന് ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല. ഈ കൈ സുഖപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത്? ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതിൻ്റെ കാരണം, ചില സമയത്ത് നമ്മൾക്ക് ഉത്തരവാദിത്തമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇങ്ങനെ വരുന്ന ക്ലേശങ്ങളെ ഉടനെ നമ്മൾ അത് ദൈവതിരുസന്നിധിയിൽ പരാതിയായി പറയാനുള്ള ഒരു സ്വാഭാവികമായ പ്രവണത ഒരു വ്യക്തിക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു നീരസം. കാരണം 24 hours കർത്താവിൻ്റെ ജോലിയാണ് ചെയ്യണത്, വേറെ ഒരു ജോലിയും ചെയ്യണില്ല. അപ്പോൾ എൻ്റെ എല്ലാവിധ സെക്യൂരിറ്റിയും നോക്കേണ്ടത് ചുമതല ആർക്കാണ്? ദൈവത്തിൻ്റെതാണ്. ഇത് എൻ്റെ കൈയിരിപ്പിൻ്റെ കുഴപ്പമാണെങ്കിൽ എൻ്റെ കൈയിരിപ്പിൻ്റെ കുഴപ്പമാണെന്ന് പറയാം. പക്ഷേ എൻ്റെ കൈയിരിപ്പ് കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്വാഭാവികമായി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ആരാണ് വന്നതെന്ന് നോക്കി, അത്രയേ ഉള്ളൂ. അപ്പോഴെൻ്റെ മാലാഖ എന്നെ താങ്ങണ്ടതില്ലേ? അപ്പോൾ ദൈവം എന്നെ താങ്ങണ്ടേ? ഇത് സംഭവിക്കാതിരിക്കാൻ നോക്കണ്ടേ? ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എത്രയോ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാൻ ദൈവത്തോട്. പക്ഷേ ഞാൻ ഇതുവരെ ഈ നിമിഷം ഇപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, സജീവ സാന്നിധ്യത്തിൽ ദിവ്യകുർബാന ഇരിക്കുക, ഈ നിമിഷം വരെ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. അതെന്താണ് ചോദിക്കാതിരുന്നതും ഇതിൻ്റെ കാരണം ഈ മറിയത്തിൻ്റെ മൗനമാണ്. നമ്മളൊരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അതായത് സ്വന്തം കുഴപ്പം കൊണ്ടല്ലാതെ നമ്മൾക്ക് ഭവിഷ്യത്തുകൾ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ നാമത്തിൽ വെൽക്കം ചെയ്യുന്നത്, അത് വെൽക്കം ചെയ്യുന്നൊരു മൈൻഡാണ് എപ്പോഴും പരിശുദ്ധ അമ്മ കീപ്പ് ചെയ്തത്. ചെറിയ നോൻപ് കാലത്ത് മറിയത്തിൻ്റെ കൂടെയുള്ള മറിയൻ സഫാരിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, സഞ്ചാരം. അപ്പം മറിയൻ സഞ്ചാരത്തിൻ്റെ സുവിശേഷ പരതകളെ വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ ജീവിതത്തെ അനുഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്തോടുള്ള, അതാണ് ഞാൻ വിശ്വാസ നിലവാരമെന്ന് പറയണത്. വിശ്വാസം ഓരോ സമയത്തും പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ ദൈവത്തെ എന്തെങ്കിലും ആനുകൂല്യമോ ആശ്വാസമോ, ഇപ്പോൾ യാക്കോബിൻ്റെ യേശാവിൻ്റെ ഫസ്റ്റ് ബോൺ, അതായത് ആദിജാതൻ്റെ അവകാശം യാക്കോബ് അടിച്ചു മാറ്റില്ലേ? രണ്ട് തരത്തിലാണ് അടിച്ചു മാറ്റിയത്. അതായത് ഇസഹാക്ക് മരിക്കാൻ നേരത്ത് യേശാവിനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞതാണ്. അത് ആദിജാതൻ്റെ അനുഗ്രഹത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ബ്ലെസ്സിങ്സാണ്. പിതാമഹൻ മരിക്കാൻ നേരത്ത് ആദിജാതനെ അനുഗ്രഹിക്കുക. അപ്പോൾ പക്ഷേ ആ അനുഗ്രഹമാണ് യാക്കോബ് അടിച്ചു മാറ്റിയത്. അപ്പോൾ യാക്കോബ് അടിച്ചു മാറ്റിയത്, യാക്കോബ് അനുഗ്രഹം, തനിക്ക് കിട്ടേണ്ട അനുഗ്രഹം അടിച്ചു മാറ്റിയതായിട്ട് ഇസഹാക്കിന് അനുഭവപ്പെട്ട സമയത്ത് അവന് ഒരു ആശ്വാസം തോന്നിയായിരുന്നു. എന്താണ് അവന് തോന്നിയ ആശ്വാസം? അവനെൻ്റെ കൈ കിട്ടും, ഞാൻ അവനെ ആദത്തിൻ്റെ മകനെ ചേട്ടാനീയന്മാരും കൂടി വഴക്കുണ്ടാക്കി കായേൻ ആബേലിനെ കൊന്നില്ലേ? അപ്പം കായേന് ഒരു ആശ്വാസം ഉണ്ടായി. എന്താണ്?
അവനെ ഞാൻ കൊന്നല്ല എന്നൊരു ആശ്വാസം. അപ്പം ഒരു കൊല ചെയ്യാനുള്ള ആശ്വാസം മനുഷ്യന്മാർക്ക് പലതരത്തിലുള്ള ആശ്വാസമാണ് ഉണ്ടായി. ഇപ്പം ആ ഒരു ആശ്വാസം യേശാവിനും ഉണ്ടായി. അവനെന്താണ് ആശ്വസിച്ചത്? യാക്കോബിനെ കൊല്ലാമെന്ന് ഓർത്തപ്പോൾ അവനൊരു ആശ്വാസമായി എന്ന്. അപ്പോൾ ആശ്വാസങ്ങളെന്ന് പറയുന്നത് പലതരത്തിൽ കൈപ്പറ്റണത് ഒരു ദൈവികമായ പ്രചോദനത്തിൻ്റെ ഭാഗമാകണമെന്ന് ഒരു നിർബന്ധമില്ല. ആശ്വാസങ്ങൾക്ക് മാനുഷികമോ പൈശാചികമായിട്ടുള്ള ഉറവകളുണ്ടാകാം. ഒരു ആശ്വാസത്തിൻ്റെ ബേസിൽ നമുക്ക് ദൈവത്തെ പിന്തുടരാനോ അവലംബിക്കാനോ ചില പരിമിതികളുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് യാക്കോബിൻ്റെ ദൈവമാണ്. അതായത് എന്താ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആശ്വാസം നമുക്ക് കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരാളെ കൊന്നാലും ആശ്വാസം കിട്ടുമെന്നാണ് യേശാവിൻ്റെ മനസ്സിൻ്റെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ആശ്വാസത്തിൻ്റെ പേരിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് നിലവാരം കുറഞ്ഞതാണെന്ന അർത്ഥം. അപ്പം ആശ്വാസത്തിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് എന്തിനാണ്? ദൈവത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച് നിന്നിൽ വിശ്വസിക്കുന്ന വില കുറഞ്ഞ വിശ്വാസത്തിന്റെ അപ്പുറത്ത് ആശ്വാസത്തിനേക്കാൾ ഉപരി നീ തന്നെയാണ് എന്റെ ആശ്വാസം എന്നുള്ള വലിയ ബോധ്യങ്ങളിലേക്ക് ക്രിസ്മസ് കാലത്ത് എന്നെ നയിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 27-ാം അധ്യായം 42-ാമത്തെ തിരുവചനം. അവിടെയാണ് യാക്കോബിൻ്റെ യേശാവിൻ്റെ ഒരു ആശ്വാസം. ഇപ്പം അനുജനെ കൊല്ലാമെന്ന് വിചാരിച്ചിട്ട് അവന് ആശ്വാസം പ്രാപിച്ചിരിക്കും. അപ്പം ആശ്വാസത്തിന് ദൈവികമായ തലം മാത്രമല്ല, നമ്മൾ അനുഭവിക്കുന്ന പല ആശ്വാസങ്ങൾക്കും മാനുഷികമായ ഒരു തലമുണ്ട്. അനുഭവിക്കുന്ന ആശ്വാസങ്ങളുടെ ലക്ഷ്യങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞത് ഈ ആശ്വാസത്തിൽ വലിയ ആധ്യാത്മികതയൊന്നും ഇല്ലെന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരണത്. അപ്പോൾ അച്ഛൻ എന്തായി ഇങ്ങനെ വളച്ച് കെട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ആശ്വാസങ്ങൾക്കെല്ലാം വലിയ ആധ്യാത്മികതയൊന്നും ഇല്ല. അത് ഏത് റൂട്ടിൽ നിന്ന് ഇവിടെ വരെ വരാം. ദൈവികമായ റൂട്ടിലൂടെ വരാം, മാനുഷികമായ റൂട്ടിലൂടെ വരാം, പൈശാചികമായ റൂട്ടിലൂടെ വരാം. ആശ്വാസം ഏത് വഴിക്കും വരാം. അപ്പോൾ ആശ്വാസം കിട്ടുക ഒരു ആധ്യാത്മിക ലക്ഷ്യമല്ല. നമ്മൾ വളരണം മക്കളെ. ആശ്വാസം കിട്ടുക, അതായത് പലരും ദൈവത്തെ അവലംബിക്കണം എന്തിനാണ്? ആശ്വാസത്തിന് വേണ്ടിയാണ്. ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവത്തെ അവലംബിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവം എപ്പോഴും ഇങ്ങനെ ഒരു ഫാനായിരിക്കും നമ്മളുടെ. എപ്പോഴും ഇങ്ങനെ ഈ സിനിമാ നടന്മാർക്കെല്ലാം ഫാൻസ് ഉണ്ടാകുമല്ലോ. ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീശി കൊടുക്കുന്ന ആൾക്കാർ അല്ലേ? രാജാക്കന്മാർക്കുണ്ടായിരുന്നു. അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് രണ്ടുപേരിങ്ങനെ വീശിക്കൊടുക്കും രാജാവിന്. അവരാണ് ഫാൻസ്. ഇപ്പം ആ കാലത്ത് സിനിമാ നടന്മാരാണ് ഫാൻസ് ഉണ്ട്, രാഷ്ട്രീയക്കാർക്ക് ഫാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തെ ഒരു ഫാനായി മാറ്റുന്നുണ്ട്. ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ് ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ റോള് നമ്മുടെ ജീവിതത്തിൽ ജസ്റ്റ് ഒരു ഫാനാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ആധ്യാത്മികതയെ നമ്മൾ മോചിപ്പിക്കേണ്ടി വരും. കാരണം നമ്മുടെ ആധ്യാത്മികത മരീന ആധ്യാത്മികതയാണ്. ഉടമ്പടി ചെയ്യുന്നവരുടെ ഈ അവസ്ഥയിൽ നിന്ന് ഈ കേവലമായ ഇതാണ് നിലവാരമെന്ന് ഞാൻ പറഞ്ഞത്. ഈ കേവല നിലവാരത്തിൽ നിന്ന് ആധ്യാത്മികതയെ എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്? വിശ്വാസം ആശ്വാസമാണ് എന്നല്ലേ പറയണത്. എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്? വിശ്വാസം ആശ്വാസമാണ്. ആശ്വാസം ഉണ്ടാകാൻ വേണ്ടിയാണ്. പക്ഷേ ആശ്വാസം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ഒരു ഫാനാണ്. അത്രയേ ഉള്ളൂ പറയണേ. അതാണ് പ്രശ്നം. അതായത് ദൈവം നമ്മുടെ ഒരു ഫാനാണ്. നമ്മുടെ ഇടക്കിടക്ക് വിശി തരും. എന്തൊരു അടിമത്വമാണ്. ഇതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ സായിബാബ, നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലെ പിശാച് ആവശ്യമുള്ളതൊക്കെ നമുക്ക് തരത്തില്ലേ? അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ ആശ്വാസം പുറകെ പോകുന്നവർ ഒരു സാറ്റാനിക് വർഷിപ്പുകാരാണ് ശരിക്കും പറഞ്ഞാൽ. ആവശ്യമുള്ളതെല്ലാം വിളക്കൽ വിളക്കുമ്പോൾ ഉടനെ ഭൂതം പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു ആശ്വാസം കൊടുക്കും.
ഇതും നമ്മുടെ കൺസെപ്റ്റിലുള്ള ദൈവവും തമ്മിൽ എന്താ വ്യത്യാസം? ഗോഡ് ഈസ് ജസ്റ്റ് റെഡ്യൂസ്ഡ് ഫാൻ. ഇതിൽ നമുക്ക് മോചനം പ്രാപിക്കണം. വിശ്വാസ നിലവാരത്തിലെ ഒരു സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോഴും വേറെ ചില കുട്ടി ദൈവങ്ങളെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. ഇത് മനുഷ്യൻ്റെ ഒരു ഷാഡോ ഗോഡ്, നിഴൽ ദൈവങ്ങളെ എപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു ഷാഡോ ഗോഡ്, അതായത് ഒരു നിഴൽ ദൈവങ്ങളെ നമ്മൾ കുട്ടി ദൈവങ്ങളെ, ഇപ്പം കുട്ടിച്ചാത്തൻ വർഷിപ്പ് എന്നൊക്കെ പറയത്തില്ലേ. ഇപ്പം നമ്മൾ ഡയറക്റ്റ് കുട്ടിച്ചാത്തനിലേക്ക് വർഷിപ്പിന് പോകണില്ലെങ്കിൽ പോലും നമ്മളെല്ലാം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കുട്ടിച്ചാത്തൻ വർഷിപ്പുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇതുകൊണ്ടാണ് നമ്മളുടെ പല വിഷയങ്ങൾക്കും ദൈവികമായ തീർപ്പ് വരാൻ താമസിക്കുന്നതിൻ്റെ കാരണം ഇടയ്ക്ക് കുട്ടിച്ചാത്തൻ വർഷിപ്പ് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം തന്നെ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കൂബിനെ 7-14 വർഷം വർക്ക് ചെയ്ത് ഇല്ലേ, ലാബാൻ്റെ ഭവനത്തിൽ 7-14 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ യാക്കോബ് പറയണത്, ഞാനീ 14 വർഷം വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അപ്പൻ എന്നെ പറ്റിക്കുകയായിരുന്നു. ലേയായോട് റാഹേലിനോടും പറയുമേ, നിങ്ങളുടെ അപ്പൻ എന്നെ പറ്റിക്കുകയായിരുന്നു, ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് ഈ ഭവനത്തിന് വേണ്ടി ജോലി ചെയ്തത്. അവൻ കോടീശ്വരൻ, ഞാൻ പാപ്പരായെന്ന് പറയും. ഇപ്പം ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്ന് പറയും. അപ്പോഴേ ലേയായും റാഹേലും പറയും, എന്നാൽ അങ്ങയുടെ ദൈവം അങ്ങയോട് പറഞ്ഞതുപോലെ അങ്ങ് ചെയ്യുക. അങ്ങയുടെ ദൈവം അങ്ങയോട് പറഞ്ഞതുപോലെ അങ്ങ് ചെയ്യാൻ പറയും. ഉൽപ്പത്തി 31-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ഇതുപോലെ തന്നെ വേറെ രസമുണ്ട്. ഈ ലാബാനും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ യാക്കോബ് അതുപോലെ തന്നെ കന്നുകാലികളെയും ആട്, മാട്, പശു, ഒട്ടകം, അതുപോലെ തന്നെ സെർവൻസ് എല്ലാമായിട്ട് ആ ആന്തരിക പ്രചോദനം പോലെ തന്നെ ദൈവിക വാക്കുകൾ അനപേക്ഷിതമായിട്ട് അവൻ അവിടുന്ന് പോരുമ്പോൾ നമുക്കറിയാം അടുത്ത കഥ വരണത് എന്താണ്? ലാബാൻ പുറകെ ഓടും. 2 ദിവസത്തെ യാത്ര കഴിയുമ്പോഴാണ് അവൻ നമ്മളെ പറ്റിച്ചു, നമ്മളെല്ലാം ആടിനെ മാടിനെ അടിച്ചു മാറ്റി, അവൻ രക്ഷപ്പെട്ട് മക്കളെയും കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ലാബാൻ പുറകെ ഓടും. ലാബാൻ വരണത് കാണുമ്പോൾ യാക്കോബിന് പേടിയാവും. ലാബാൻ വരണത് കാണുമ്പോൾ യാക്കോബിന് പേടിയാവും. ചിലപ്പോൾ അയാളെ കൊന്നുകളയും, ഭാര്യയും മക്കളെയും എല്ലാം, അയാളുടെ മക്കളെല്ലാം തിരിച്ചു കൊണ്ടുപോകുന്നൊക്കെ വിചാരിക്കും. അപ്പോഴേ യാക്കോബ് പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുകയും. പക്ഷെ ലാബാൻ വരുമ്പോൾ പറയും, ഇന്ന് ഞാൻ കൊല്ലത്തൊന്നുമില്ല. അങ്ങനെ പിക്ചർ മാറും, ഇന്ന് ഞാൻ കൊല്ലത്തൊന്നുമില്ല. കാര്യം നിൻ്റെ ദൈവം ഇന്നലെ രാത്രി എനിക്ക് വെളിപ്പെട്ടായിരുന്നു, നിന്നോട് അഹിത ഒന്നും ചെയ്യരുത് എന്നോട് പറഞ്ഞെന്ന് പറയും. അപ്പോൾ ഇപ്പം ഈ 2 കക്ഷികൾ അപ്പനും മക്കളും പറഞ്ഞത് കേട്ടില്ലല്ലേ? ഈ അപ്പനും മക്കളും യാക്കോബിനോട് പറഞ്ഞ വർത്തമാനങ്ങൾ കേട്ടില്ലേ? ഒന്ന് ഉൽപ്പത്തി 31:16 ഒന്ന് ഉൽപ്പത്തി 31:29 വചനങ്ങളാണ്. അതായത് ഒന്ന് പറയണത്, യാക്കോബ് എന്നോട് ഭാര്യമാർ പറയും, റാഹേലും ലേയും പറയും, തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അങ്ങയുടെ ദൈവം അങ്ങയോട് എന്താ പറഞ്ഞിരിക്കണത് അതുപോലെ ചെയ്യാൻ പറയും. അവർ തിരിച്ചു പോന്നു കഴിയുമ്പോൾ ലാബാൻ വന്നിട്ട് പറയും, ഉൽപ്പത്തി 31:29 പറയും, നീ വിഷമിക്കണമെന്ന് വേണ്ട, നിന്നെ ഞാൻ ഉപദ്രവിക്കത്തില്ല, നിൻ്റെ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടായിരുന്നു രാത്രി, നിന്നോട് അഹിത ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോഴേ അപ്പനും മക്കളും വിശ്വസിക്കുന്ന ആരിലാണ്? യാക്കോബിൻ്റെ ദൈവത്തിലാണ്. ദിസ് ഈസ് ആർ പോയിൻറ്റ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? യാക്കോബിൻ്റെ ദൈവം. ഈ അപ്പനും മക്കളും വിശ്വസിക്കുന്ന ആരിലാണ്? യാക്കോബിൻ്റെ ദൈവത്തിലാണ്. യാക്കോബിൻ്റെ ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യും, കുട്ടി ദൈവങ്ങൾ, കുലദൈവങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. അവിടെയാണ് പ്രശ്നം.
ഈ വിശ്വാസത്തിൽ വരുന്ന ഒരു പ്രത്യേക പാളിച്ചയാണ്. അതായത് ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യും. അപ്പോഴും റാഹേൽ എന്താ ചെയ്തിരിക്കണത്? ലാബാൻ്റെ വീട്ടിലെ കുലദൈവങ്ങളുടെ ഗോത്രദൈവങ്ങൾ അടിച്ചു മാറ്റുകയാണ് അവിടെ ചെയ്യണത്. നിൻ്റെ ദൈവം നിന്നോട് പറഞ്ഞിരിക്കണ പോലെ നീ ചെയ്യാൻ വേണ്ടി ഭർത്താവിനോട് ഭാര്യ പറയുമ്പോഴും ഭാര്യ ആചരിക്കണ എന്താണ്? യാക്കോബിൻ്റെ ദൈവത്തിനല്ല, മറിച്ച് ഇവരുടെ പാരമ്പര്യമായിട്ടുണ്ടായിരുന്നുള്ള കുലദൈവങ്ങളെയാണ്, അതിൻ്റെ കൊച്ചു വിഗ്രഹങ്ങളൊക്കെ അടിച്ചു മാറ്റിയുള്ളത് കൂടെ കൊണ്ടുവരും. അത് അടിച്ചു മാറ്റിൻ്റെ പുറകെയാണ് ഇവൻ ഓടി വരണത്. ആര്? ലാബാൻ ഓടി വരണത്. അപ്പോൾ അതൊരു കല്ലറില്ല എന്തെങ്കിലും ഒരു പീഠത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് റാഹേൽ കയറിയിരിക്കും കൂടാരത്തിൽ. എല്ലായിടത്തും പോയി തപ്പി നോക്കണ ഈ ലാബാൻ അന്വേഷിക്കുന്നത് എന്താണ്? ഈ കുലദൈവങ്ങളെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വെച്ചിട്ടാണ് ഈ റാഹേൽ ഋതുമതിയാണെന്നും പറഞ്ഞുള്ള അഭിനയിച്ചുകൊണ്ട് കയറിയിരിക്കുന്നത്. നിസ്സാരകാര്യമല്ല. അപ്പോഴത് വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ല. അപ്പോൾ കുലദൈവങ്ങളിലാണ് ഈ അനുഗ്രഹമെല്ലാം ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അവളത് പറയണത്. ഇതെന്ന് വെച്ചാൽ യാക്കോബിനോട് പറയും, നിൻ്റെ ദൈവം ഇന്നലെ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴും ലാബാൻ അന്വേഷിക്കുന്നത് അയാളുടെ കുലദൈവങ്ങളെയാണ്. നിൻ്റെ ദൈവം നിന്നോട് പറഞ്ഞിരിക്കണ പോലെ നീ ചെയ്യാൻ വേണ്ടി റാഹേൽ പറയുമ്പോഴും അവളടിച്ച് മാറ്റിയിരിക്കുന്നത് അവളുടെ കുലദൈവത്തെയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡൈക്കോട്ടമി വിശ്വാസത്തിൽ എമ്പാടും ഉണ്ട്. ശരിക്കും എല്ലാവരുടെയും അല്ല, കുറച്ച് പേരുടെ വിശ്വാസത്തിൽ. അതായത് നമ്മൾക്ക് പലർക്കും കൺഫ്യൂഷനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം വരുമ്പോൾ ഏതാണ് ശരി എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യം കാണാൻ വേണ്ടി ആദ്യം പണ്ട് അതായത് ആദ്യം നടക്കണ വിഷയം, ഇപ്പം ദൈവത്തെ ഒരു കാര്യം നടത്തിപ്പുകാരനായിട്ട് കാണുന്ന ഒരു വിശ്വാസമുണ്ട്. അവിടെയാണ് ഈ പാളിച്ച വരണത്. നീ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 5 മാസമായി 2 മാസമായെങ്കിലും ഇപ്പോഴും ദൈവത്തെ ഒരു കാര്യം നടത്തിപ്പുകാരനായിട്ട് മാത്രം നീ കാണുക. അതേസമയം തന്നെ നിൻ്റെ താല്പര്യങ്ങളിലുള്ള കുട്ടി ദൈവങ്ങളെ ഇപ്പോഴും ഉപേക്ഷിക്കാതെ വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്ന വിശ്വാസം എന്ന് പറയുമ്പോൾ ഡയലൂട്ടഡ് ഫെയ്ത്താണ് ശരിക്കും. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പൂർണ്ണമായി അങ്ങയിൽ വിശ്വസിക്കുകയും ആവശ്യം വരുമ്പോഴേ എൻ്റെ പഴയ വിശ്വാസങ്ങളിലേക്ക് ഞാൻ അവലംബിക്കുകയും ചെയ്യുന്ന കപട വിശ്വാസത്തിൽ എന്നെ സംരക്ഷിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് നമ്മൾ കേട്ടതാണ് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ 1-ാം ഭാഗം. ഇനി യാക്കോബ് ദൈവത്തിൻ്റെ ഒരു 2-ാം ഭാഗമുണ്ട്. അതെന്ന് പറയുന്നത് യാക്കോബ് വിശ്വസിച്ചൊരു ദൈവം. നേരത്തെ പറഞ്ഞത് ഏശാവ് വിശ്വസിച്ചൊരു ദൈവമുണ്ട്, റാഹേൽ ലേയായി വിശ്വസിച്ച ദൈവമുണ്ട്, ലാബാൻ വിശ്വസിച്ച ദൈവമുണ്ട്. ഇനി അവർ യാക്കോബിൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ പ്രൈവറ്റ് ഇടപാടുകളിലെല്ലാം അവിടെ പഴയ വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്നു. ഈ കപട വിശ്വാസമായി നമുക്ക് ദൈവത്തിൽ പുരോഗമിക്കാൻ പറ്റത്തില്ല. ഇനി യാക്കോബിൻ്റെ വിശ്വാസത്തിലുള്ള ദൈവം പറയാം. കാര്യം എന്തിനാ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി വർക്ക് ചെയ്യണത് മുഴുവനും വിശ്വാസത്തിൻ്റെ തരാതരങ്ങളിലാണ്. അതായത് വിശ്വാസത്തിൻ്റെ തരാതരങ്ങളെന്ന് പറയുമ്പോൾ ഓരോരോ തരം വിശ്വാസമാണ്. ഗ്രേഡിങ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, നിലവാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് ഏത് നിലവാരം നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ വിശ്വാസത്തിൻ്റെ തരാതരങ്ങൾ നമ്മൾ അറിയണം. വിശ്വാസത്തിൻ്റെ തരാതരങ്ങൾ റാഹേലിൻ്റെ വിശ്വാസം നമ്മൾ കണ്ടു, ലേയായുടെ വിശ്വാസം കണ്ടു, ലാബാൻ്റെ വിശ്വാസം കണ്ടു. യാക്കോബിൻ്റെ ദൈവത്തിൽ അവൻ വിശ്വസിക്കുമ്പോഴും അവരുടെ പ്രൈവറ്റ് വിഷയങ്ങൾക്കെല്ലാം അവരുടെ പഴയകാല വിശ്വാസങ്ങളിലേക്ക് അവലംബിക്കുന്ന വെള്ളം ചേർക്കപ്പെട്ട ഒരു വിശ്വാസമാണ്. ഇനി യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് യാക്കോബ് അടിച്ചു മാറ്റാൻ നോക്കിയത് എന്താണ്? യാക്കോബ് അടിച്ചു മാറ്റാൻ നോക്കിയ എന്താണ്? ഫസ്റ്റ് ബോണിൻ്റെ ആദിജാതൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇപ്പോൾ യാക്കോബ് ഇപ്പോൾ ഏശാവ് പരവേശമായി
വേട്ടയാടി കഴിഞ്ഞ് വിശന്ന് വരുന്ന സമയത്തുള്ള ആ സംഭവങ്ങളില്ലേ. അപ്പോൾ അവന് വിശന്ന് അവൻ പയർ പായസം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിതിൽ പായസം തരാൻ പറയും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആ കഥയിൽ അപ്പോൾ യാക്കോബ് പറയും, ഞാൻ പായസം നിനക്ക് തരാം, അപ്പോൾ നിൻ്റെ ഫസ്റ്റ് ബോൺ ആയിട്ടുള്ള ആദ്യജാതിനുള്ള അനുഗ്രഹം, അവനാണല്ലോ ആദ്യ മകൻ. ഇപ്പോൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച് കൊണ്ട് ആദ്യജാതിന് വലിയ ആനുകൂല്യങ്ങളുള്ളതാണ്, ദൈവികമായ ആനുകൂല്യം. അപ്പോൾ അതുപോലെ തന്നെ കുടുംബത്തിൽ ഭൗതിക ആനുകൂല്യമുള്ളതാണ്. അപ്പോൾ യേശാവ് പറയും, നിനക്കെന്താ വേണ്ട? അപ്പോൾ എനിക്ക് ആദ്യജാതിൻ്റെ ആദ്യജാതിൻ്റെ അവകാശം. ദാറ്റ്സ് ഓക്കെ, ഇതുകൊണ്ട് എനിക്ക് എന്നാ കാണിക്കാനാ? ഇപ്പോൾ യേശാവ് പറയും, ആദ്യജാതൻ്റെ അനുഗ്രഹം ഇതുവരെ ഇത് കെട്ടിത്തൂങ്ങി അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടെന്നിട്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് പുള്ളി പറയണത്. ഈ വിശ്വാസം കെട്ടിത്തൂക്കി നടന്നിട്ട്, ഈ വിശ്വാസം ചുവന്നുകൊണ്ട് നടന്നിട്ട് എനിക്ക് പ്രത്യേക ഗുണമുണ്ടായിട്ടത്. എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ വേട്ടയാടണം. ഇപ്പം നമ്മൾ പല ആൾക്കാരും പറയത്തില്ലേ, ഓ എന്നാ വിശ്വാസം, നമുക്ക് വില എടുത്താൽ നമുക്ക് തിന്നാൻ പറ്റും. മനുഷ്യന്മാർ ചില ആൾക്കാരുടെ റെസ്പോൺസ് എന്താണ്? എന്നാ വിശ്വാസം, നമ്മൾ വില എടുത്താൽ നമുക്ക് തിന്നാം. ആ ഒരു മൈൻഡാണ് ഈ യേശാവിനുള്ളത്. യേശാവ് പറയും, ദാറ്റ്സ് ഓക്കെ, അത് യാതെൻ്റെ അനുഗ്രഹം, അത് ഇത് ചുവന്നുകൊണ്ട് നടന്നിട്ട് എനിക്കിതുവരെ ഒന്നും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇതാണ് പ്രശ്നം. നമ്മുടെ പലരുടെയും വിശ്വാസം ഇതാണ്. അതായത് ഈ വിശ്വാസവും ഞാൻ ചുവന്നുകൊണ്ട് നടന്നിട്ട് എനിക്കിന്ന് വരെ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. നമ്മുടെ ശത്രുക്കളെ നമ്മൾ ചോദിക്കണം ഇതാണ്, നിങ്ങൾ കത്തോലിക്കനായതുകൊണ്ട് ഇതുവരെ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളെ കണ്ട് പഠിക്കൂ എന്ന് പറഞ്ഞല്ലേ നമ്മളെ കൊണ്ടുപോയി വൃത്തികെട്ട വെള്ളത്തിലൊക്കെ മുക്കണത്. ശരിക്കും ആൾക്കാരെ ഈ ആടുമോഷണക്കാരെന്താ ചെയ്യണത്? ഈ ചോദ്യമാണ് ചോദിക്കണത്. നിങ്ങളെ കത്തോലിക്കരായി ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത വെച്ച് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഇവർ പപ്പ അടിക്കും. അതാണ് ഈ യേശാവിന് സംഭവിക്കുന്നത്. യേശാവിനോടും ചോദിക്കണ ഇതാണ്, നിൻ്റെ ആദ്യജാതൻ്റെ അനുഗ്രഹം തരൂ. അപ്പോൾ യേശാവ് ചിന്തിക്കണത് എന്താണ്? യേശാവ് പറഞ്ഞു, ഈ ആദ്യജാതൻ്റെ അനുഗ്രഹം ചുവന്നു നടന്നിട്ട് ഇന്ന് വരെ എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. അത് പയർ പായസമാണ്, ഒരു കൂട്ട ചാണാൻ തന്നാൽ പോലും എനിക്ക് പ്രസവമൊന്നുമില്ല, ഞാൻ ഇത് തന്നേക്കാന്ന് പറയും. അത് അവന് വിശ്വാസമുണ്ട്, പക്ഷെ വിലയില്ല. യേശാവിന് പറ്റിയത് അബദ്ധം അതാണ്. യേശാവിന് വിശ്വാസമുണ്ട്, ധാരണയുണ്ട് വിശ്വാസത്തെക്കുറിച്ച്, പക്ഷേ വിലയില്ല. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ വിഷയം വിശ്വാസം നമുക്കുണ്ടാകാം, പക്ഷെ നമ്മൾ വില കൊടുക്കത്തില്ല. അതാണ് വിശ്വാസത്തിൽ ഒരു വ്യക്തിക്കുണ്ടാകാവുന്ന ഒരു തകർച്ച. വിശ്വാസമുണ്ട് അയാൾക്ക്, പക്ഷേ അയാൾ വില കൊടുക്കാൻ തയ്യാറല്ല, വില കൊടുത്തിട്ടില്ല. വില ക്യാഷും കൈൻഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. വിശ്വാസം സംരക്ഷിക്കുന്നതിന് അങ്ങോട്ട് ടാക്സ് ചെയ്തിട്ടില്ല, ടാക്സ് കൊടുത്ത് കപ്പമടക്കാത്ത വിശ്വാസങ്ങളാണ്. മറിച്ച് ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടിയുള്ള എന്തോ ഒരു പാസ്വേഡ് പോലെ വിശ്വാസത്തെ സൂക്ഷിക്കുന്നു. ഇപ്പോൾ ATM നിന്ന് കാശടിക്കുമ്പോൾ മേടിക്കാൻ നേരത്ത്, നമ്മൾ കാശെടുക്കാൻ നേരത്ത് നമ്മളൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കത്തില്ലേ? ATM നിന്ന് കാശെടുക്കാൻ നേരത്ത് നമ്മളൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കും, അല്ലെ കാർഡിടും. അതുപോലെ എന്തെങ്കിലും അനുഗ്രഹം കൈപ്പറ്റാനുള്ള കാർഡായിട്ട് വിശ്വാസത്തെ ഉപയോഗിക്കുന്ന വ്യക്തികൾ അങ്ങനെ ഉണ്ട്. ഒരു അനുഗ്രഹം കൈപ്പറ്റാൻ വേണ്ടി ATM കാർഡ് ഇടുന്ന പോലെ ഒരു കാർഡ് ഇട്ട്, ഫെയ്ത്ത് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇടുന്ന പോലെ ഒരു ഫെയ്ത്ത് കാർഡ് ഇട്ടിട്ട് നമ്മുടെ ATM നിന്ന് പൈസ എടുക്കുന്ന പോലെ ദൈവത്തിൽ നിന്ന് ആനുകൂല്യം മേടിക്കുക. അതാണ് വിശ്വാസത്തിന് വില കൊടുക്കാത്തവർ. വിശ്വാസത്തിന് ആനുകൂല്യം മാത്രം കൈപ്പറ്റാൻ വേണ്ടിയുള്ള കാർഡായിട്ട് വിശ്വാസം ഉപയോഗിക്കുന്നവർ. അതിൻ്റെ ഒരാളാണ് ഈ യേശാവ് എന്ന് പറയുന്നത്. യേശാവ് പറഞ്ഞു, എനിക്ക് 10-25 വയസ്സായപ്പോൾ ഞാൻ ജന്മന ഈ വിശ്വാസം കൊണ്ട് ചുവന്നു നടന്നിട്ട് ഈ ആദ്യജാതൻ്റെ അനുഗ്രഹം എന്ന് പറയണ ഈ സംഭവം ചുവന്നു നടന്നിട്ട് എനിക്കിന്ന് വരെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഞാൻ വേട്ടയാടിയ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും, ഞാൻ വേല എടുത്താൽ എനിക്ക് ഭക്ഷിക്കാം. ഇപ്പം ഫേസ്ബുക്കിലൊക്കെ വന്ന പോസ്റ്റ് അതാണ്, എന്നാ വിശ്വാസം, നമ്മൾ വേല എടുത്താൽ നമുക്ക് ഭക്ഷിക്കാം. അപ്പം വേലയെടുത്ത ഭക്ഷിക്കാനുള്ള വയറിൻ്റെ ഒരു മിനിമം പ്രോഗ്രാമായിട്ട് വിശ്വാസം റെഡ്യൂസ് ചെയ്യുന്നു. അതാണ് ആ വയറിൻ്റെ പ്രശ്നം യേശാവിന് വന്നപ്പോൾ യേശാവിനോട് ചോദിച്ചു. യാക്കോബ് പറഞ്ഞു, നിനക്ക് ആ ആദ്യജാതൻ്റെ അനുഗ്രഹം
നിൻ്റെ കയ്യിൽ ഇരുന്നിട്ട് ഇന്ന് വരെ നിനക്ക് വല്ല ഗുണവും ഉണ്ടായിട്ടില്ല. ഭയങ്കര ചോദ്യമാണ് അയാൾ പറയണത്. ഈ ആദ്യജാതൻ്റെ ഫസ്റ്റ് ബോണിൻ്റെ ആനുകൂല്യങ്ങൾ നിൻ്റെ കയ്യിൽ ഇത്രയും നാൾ ഇരുന്നിട്ട് നിനക്ക് വല്ല ഗുണവും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് തന്നേക്കാൻ പറയും. അപ്പോഴേ പറയാം എനിക്കെന്ത് തരണം, എന്താ കുഴപ്പം, ഞാൻ തന്നേക്കാമെന്ന് പറയും. അപ്പോഴേ എന്തെങ്കിലും ഗുണം ഇന്ന് വരെ ഇല്ലാത്ത കൊണ്ട് വിശ്വാസം കൈമാറ്റം ചെയ്യുന്ന വ്യക്തികൾ അവിടെ അതോടുകൂടി പയർപായസം കൊടുത്തിട്ട് യാക്കോബ് യേശാവിൻ്റെ ആദിജാതൻ്റെ അനുഗ്രഹം അവൻ അടിച്ചു മാറ്റി. പക്ഷേ ഈ വിശ്വാസം കിട്ടിയതിന് ശേഷം ഈ വിശ്വാസം വെച്ച് ഇനി യാക്കോബ് കളിക്കണ കളികൾ ഭയങ്കര രസമാണ് കാണാൻ. ആ 25 കൊല്ലം ആ ആദിജാതൻ്റെ അനുഗ്രഹം അവൻ്റെ കയ്യിൽ ഇരുന്നിട്ട് ഇന്ന് വരെ യേശാവ് വേട്ടയാടി മരിക്കണം എന്നല്ലാതെ അവന് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകില്ല. പക്ഷേ വിശ്വാസം യാക്കോബിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ ലൈഫ് ഇതിനങ്ങോട്ട് മാറും. എന്താ കാര്യത്തിൽ യാക്കോബിന് അറിയാമായിരുന്നു ആദിജാതൻ്റെ അനുഗ്രഹത്തിൽ. ഇപ്പം നമ്മുടെ നിയമാവർത്തന പുസ്തകമില്ലേ, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 21-ാം അധ്യായം 31-ാം അധ്യായം ഈ നിയമാവർത്തനം 21-17 നിയമാവർത്തനം 21-17 അത് പറയണത് ഈ ആദിജാതിൻ്റെ അനുഗ്രഹത്തിൽ എല്ലാത്തിൻ്റെയും ഇരട്ടി പങ്കാണ്. ഭൗതികമായ അനുഗ്രഹങ്ങൾ അപ്പന് 10 പശു ഉണ്ടെങ്കിൽ മറ്റ് മക്കൾക്ക് കൊടുത്തതിനേക്കാൾ ഇരട്ടി ആദിജാതിന് കിട്ടും. പിന്നെ മറ്റു മക്കൾക്ക് 2 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആദിജാതിന് 4 കിട്ടും. അതാണ്. അതുപോലെ തന്നെ ആടും അങ്ങനെയാണ്. മറ്റു മക്കൾക്കെല്ലാം താഴെയുള്ള മക്കൾക്കെല്ലാം 5 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആദിജാതിന് 10 കിട്ടും. അതാണ് ഈ നിയമാവർത്തനം 21-17 പറയണത്, ആദിജാതിൻ്റെ അനുഗ്രഹം, ഭൗതിക അനുഗ്രഹം. പക്ഷേ യാക്കോബ് ഒരിക്കലും ഈ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അവലംബിച്ചിട്ടില്ല. അഥവാ അവന് അതിനേക്കാൾ ഉപരി അവൻ്റെ ചിന്ത ദൈവം തന്നെയാണ്. ദൈവമായിട്ടുള്ള നേർക്കുനേറുള്ള വ്യക്തിപരമായ ഒരു ബന്ധം. ഇത് യാക്കോബിന് ദൈവം, നമ്മുടെ സബ്ജക്റ്റ് അതാണേ. യാക്കോബിന് ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ആഴമുള്ള സംഭവങ്ങളാണ് യാക്കോബിന് ദൈവം. ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴ് യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ നിന്ന് ഒത്തിരിയേറെ ആടുമാടുകളും പശുക്കളും ഒട്ടകങ്ങളും ഒക്കെ ആയിട്ടാണല്ലോ തിരിച്ചു വരണത്. ഇപ്പം ആരോ പറയും മുമ്പിൽ ഏശാവ് വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ യാക്കോബിനെ പേടിയാവും. കാര്യം ഏശാവിനെ കൊല്ലാൻ നടക്കുകയാണ്. ഏശാവ് യാക്കോബിനെ കൊല്ലാൻ നടക്കുകയാണെന്ന് റബേക്ക പറയുമായിരുന്നു, അമ്മ പറയുമായിരുന്നു. അപ്പോൾ എപ്പോഴായാലും കൊന്നിരിക്കുമെന്ന് തമ്മിൽ കണ്ടാൽ കൊന്നിരിക്കുമെന്ന്. അപ്പം അത് കാരണം എന്നാൽ ഈ ആദിജാതൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റിയ കാരണം യാക്കോബിന് നഷ്ടപ്പെട്ടത് കന്നുകാലികളൊക്കെയാണല്ലോ കൂടുതലേ എന്താണല്ലോ അവരുടെ ധാരണ. അതുകൊണ്ട് കുറേ കന്നുകാലി 40 പശുക്കൾ 400 ആടുകളൊക്കെ വെച്ച് നേരത്തെ ഇങ്ങനെ വകഞ്ഞു മാറ്റി കുറച്ച് പണിയാളുകളുമൊക്കെ ഇട്ട് ഈ യാക്കോബ് മുന്നേ കൊണ്ടേ വെക്കും, മുന്നേ വിടും ആൾക്കാരെ. യേശാവത് കണ്ട് സമാശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്, ഇവനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയാണ്. കാര്യം ഇവരുടെയൊക്കെ ഈ നമ്മൾ നിയമാവർത്തനത്തിൻ്റെ 21-17 അനുസരിച്ച് ഈ ആദിജാതൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടത് മുഴുവനും ഇതുപോലെ പശുക്കളും അതെല്ലാം തിരിച്ചു കൊടുക്കുകയാണ് യാക്കോബ്. പിന്നെ അത് കൊല്ലേണ്ട കാര്യമില്ലല്ലോ, നിനക്ക് ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി അടിയായപ്പോൾ നിനക്ക് തിരിച്ചു തരുന്നുണ്ടല്ലോ എന്നാണ് യാക്കോബിൻ്റെ എക്കണോമിക്സ്. പക്ഷേ ഏശാവുമായിട്ട് കണ്ടു കഴിയുമ്പോൾ യേശാവ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഒന്നും അടിച്ചു മാറ്റിയിട്ടില്ല, ഇതെല്ലാം എനിക്ക് വേണ്ടുവോളോ ഉണ്ടെന്ന് പറയും. പണ്ട് ഇതെല്ലാം അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാലുള്ള ധാരണ, അതായത് ധാരണയിൽ വരുന്ന വ്യത്യാസമാണ്. പണ്ട് യാക്കോബിനെ കൊല്ലാൻ നടന്നത് ആടും പശുവും എല്ലാം അടിച്ചു മാറ്റിയെന്നും പറഞ്ഞാണ് ആദ്യ അനുഗ്രഹങ്ങൾ. ഇപ്പോഴ്
യേശാവിന് മനസ്സിലായി ധാരണ വന്ന് അവനൊന്നും അടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല, ഇപ്പം എനിക്കതിലും ധാരാളം ഉണ്ടല്ലോ, അപ്പോൾ ചുമ്മാ പായസം കിട്ടിയത് തന്നെ ഇപ്പം മിച്ചം, അപ്പം അവനെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല, ധാരണ മാറ്റി. മക്കളെ, ധാരണ മാറ്റുന്നതാണ് ഒരു പ്രധാനപ്പെട്ടത്. ധാരണ, ദൈവത്തിന് ധാരണ മാറ്റാൻ പറ്റും. യാക്കോബിനെ ദൈവം സഹായിച്ചത് യേശാവിൻ്റെ ധാരണ മാറ്റിക്കൊണ്ടാണ്. ധാരണ ഒരു ഭയങ്കരമായ പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ പല കാര്യങ്ങളും ഭൗതികമായി നടക്കാതിരിക്കുന്നത് ഇപ്പോൾ ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ, ഇപ്പം നമ്മളാണെങ്കിലും ആശുപത്രിയിൽ, പ്രൈവറ്റിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജീവിത പങ്കാളിനെ ഭർത്താവിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മളവിടെ നിറച്ച് മാലയൊക്കെ ഇട്ട് സ്വർണ്ണമാലയൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് വലിയ കാറിലും നമ്മൾ നല്ല സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ധാരണയാകും. നമ്മളിത് ലോൺ എടുത്താണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ, നമുക്ക് 10 പൈസ ഉള്ള പാർട്ടിയാണെന്ന്. ഇപ്പം നമ്മുടെ ഉദ്ദേശം എന്താണ്? ജനങ്ങളുടെ മുമ്പിൽ നല്ല ധാരണ വരുത്തുകയാണ്. പക്ഷെ അവരുടെ ബില്ല് അനുസരിച്ച് അവർക്ക് വന്ന ധാരണ അനുസരിച്ച് നമുക്ക് ബില്ലും വരും, ഒരു കുഴപ്പമില്ല. ഈ ധാരണയാണ് പ്രശ്നം. ഈ ഇഷ്യൂ ഉണ്ടാകുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ധാരണയുണ്ട്. അതുകൊണ്ട് പൗലോസപ്പോസിൻ്റെ കാലമായപ്പോൾ പൗലോസപ്പോസൻ പറഞ്ഞ് ധാരണയ്ക്ക് മെഡിസിൻ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. മനുഷ്യന്മാർ തമ്മിൽ അകന്നു പോണതും കൊല്ലാൻ വരണതും നഷ്ടപ്പെടുന്നതും ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ധാരണയാണ്. ഇപ്പം ശ്രീബുദ്ധൻ പറഞ്ഞില്ലേ, എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഡിസയറാണ്, ആഗ്രഹമാണെന്ന്. പക്ഷെ പൗലോസപ്പോസൻ പറഞ്ഞത് പല പ്രശ്നങ്ങളുടെയും കാരണം ധാരണയാണെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ധാരണയെ എങ്ങനെ മാറ്റും? അപ്പോൾ പൗലോസപ്പോസൻ പറഞ്ഞു അത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിയെയും കർത്താവായ യേശുക്രിസ്തു കാത്തുകൊള്ളും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതാണ് ഫിലിപ്പിയർ 4:6 പറയണത്, ധാരണയെ സുഖപ്പെടുത്തണമെന്ന് പറയും. കാരണം ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ധാരണയാണ്. ഓരോ വ്യക്തികൾക്കും മറ്റു വ്യക്തിയെക്കുറിച്ചുള്ള ധാരണ, കമ്മ്യൂണിക്കേഷനൊക്കെ എല്ലാം പാളിപ്പോണതെല്ലാം ധാരണയാണ്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ധാരണ പലപ്പോഴും തെറ്റിദ്ധാരണയായിരിക്കും. ധാരണയ്ക്ക് വരുന്നൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിൻ്റെ ഭർത്താവ്, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? അല്ല നിൻ്റെ ഭാര്യ, അല്ല നിൻ്റെ അയൽവാസി, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിരിക്കുന്ന കാരണം എന്താണ്? അവരെപ്പോഴും നിങ്ങൾ ആ വഴി വിടാത്തതും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? അവർക്ക് നിങ്ങളെക്കുറിച്ച് ധാരണയുള്ളത് കൊണ്ടാണ്. അതെന്ത് ധാരണയാണ്? തെറ്റിദ്ധാരണയാണുള്ളത്. അയ്യോ ഞാൻ ഇത്രയും ഉദ്ദേശിച്ചത് കേട്ടാ, താൻ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ്. അപ്പോൾ മനുഷ്യന്മാരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻസിലും എല്ലാം വന്നിരിക്കുന്ന കമ്മ്യൂണിക്കേഷന് വന്നിരിക്കുന്നതെല്ലാം നമ്മുടെ പാളിച്ചകളും പരാജയങ്ങളുടെ എല്ലാം ഈ ധാരണ ഒരു വില്ലനാണ്, പ്രധാനപ്പെട്ടൊരു വില്ലനാണ്. ഈ ധാരണയെ എങ്ങനെ കൈകാര്യം ചെയ്യാം? അതാണ് ഫിലിപ്പിയർ 4:6 പറയണത്. എന്താണ്? എപ്പോഴും സന്തോഷത്തിരിക്കണം, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളെ ഓർത്തുകൊണ്ടും ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കണം. ഇപ്പം യേശാവ് കൊല്ലാൻ പോണ കാര്യമായാലും ശരി, അത് ദൈവത്തിന് സമർപ്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാര്യം ഇതിൻ്റെ അപ്പുറത്താണ് ദൈവം. ഈ ഭൗതികമായി സംഭവിക്കുന്ന വിഷയങ്ങളുടെ എല്ലാത്തിനും അപ്പുറത്ത് അതിലംഘിക്കുന്നതാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തിൽ ആണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. അല്ല അയൽവാസിയോ ഓഫീസിലുള്ളവരോ അല്ലെങ്കിൽ നിൻ്റെ ബോസോ മേലാളന്മാരോ എന്തെങ്കിലും നിന്നെക്കുറിച്ച് ധാരണയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നീ മുൻവിധിയിലേക്ക് പോകേണ്ട കാര്യമില്ല. നീ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നിൻ്റെ ബോസ് നിനക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ നിൻ്റെ ഓഫീസിലുള്ള മാനേജറോ സൂപ്രണ്ടോ അല്ലെങ്കിൽ ഡയറക്ടറോ ആരെങ്കിലും അപ്പം നിന്നെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടെന്ന് വിചാരിച്ചോ. ഈ ധാരണയുണ്ടെങ്കിൽ ഈ ധാരണയെ അതിലംഘിക്കണം എങ്ങനെയാണ്? 2 കാര്യം. ഒന്ന്, എപ്പോഴും സന്തോഷമായിരുന്ന് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവായ യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഇപ്പോൾ യേശാവിന് എന്താ സംഭവിച്ചിരിക്കുന്നത്?
ധാരണ മാറിയിരിക്കുകയാണ്. ധാരണ മാറിയത് എന്ത് ധാരണ മാറിയത്? യാക്കോബ് ഒന്നും അടിച്ചു മാറ്റിയിട്ടില്ല എന്നുള്ള ധാരണയാണ്. കാരണം നിയമാവർത്തനം 21:17 അനുസരിച്ച് കൊണ്ട് ഫസ്റ്റ് ബോണ് ആദിജാതൻ്റെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വരണത് എന്തൊക്കെയാണ്? എല്ലാത്തിൻ്റെയും ഇരട്ടി പങ്കല്ലേ. പക്ഷേ ഇരട്ടി അവൻ ഈ പയർ പായസം കഴിച്ച് മേടി തന്നിട്ട് ഫസ്റ്റ് ബോണിൻ്റെ ആദിജാതൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റിയെന്ന് പറയേണ്ടത് തോന്നിയതാണ്, ഒന്നും പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് യേശാവ് പറയും, ഇതെന്തിനാ എനിക്കിതെല്ലാം വേണ്ടുവോളം ഉണ്ടല്ലോ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. ആ ഉൽപ്പത്തി 33:9 യേശാവ് പറയണത്, ഇതൊന്നുമേ എനിക്ക് വേണ്ട. എൻ്റെ പൊന്നനിയ, നീ എൻ്റെ ഇടയ്ക്ക് ഒന്നും കൊണ്ടുപോയിട്ടില്ല, എന്നെ ചതിച്ചിട്ടുമില്ല. ഇതെല്ലാം എനിക്ക് ആവശ്യത്തിനുണ്ട്. കാര്യം യാക്കോബിൻ്റെ ഓഹരി പോലും വിട്ടും വെച്ചിട്ടല്ലേ അവൻ ജീവനും കൊണ്ട് ഓടണത്. ഒന്നും കൊണ്ടുപോയില്ലല്ലോ, അവൻ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ നീ തെറ്റിദ്ധാരണയൊന്നും വേണ്ട, എനിക്കിതെല്ലാം വേണ്ടു. ആ 33:9 ഉൽപ്പത്തി പുസ്തകം, എനിക്കിതെല്ലാം വേണ്ടുകൂടെ ഉണ്ട് എന്ന് വെച്ചാൽ പിന്നെ എന്താണ് യാക്കോബ് അടിച്ചു മാറ്റിയ ആദിജാതൻ്റെ അനുഗ്രഹം? ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അപ്പം കന്നുകാലികളൊന്നും അല്ലത്, ഭൗതിക സ്ഥാപനം ജംഗ വസ്തുക്കളുമല്ല, യാക്കോബിൻ്റെ ദൈവം. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഈ ഭൗതികം, ഇപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന പല വിഷയവും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ മക്കളെ. എപ്പോഴും പക്ഷേ ഉടമ്പടി ചെയ്തിരിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കണം, ദൈവിക അനുഗ്രഹങ്ങൾ ഈ ഭൗതികമായ സാഹചര്യങ്ങളുടെയും അതുപോലെ തന്നെ ഭൗതിക സമ്പത്തിൻ്റെയും അപ്പുറത്ത് ഒരു ദൈവമുണ്ട്. ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത, അതാണ് യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവർ ഈ ഭൗതിക സമ്പത്തിന് വേണ്ടി അന്വേഷിച്ചാൽ നമുക്ക് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ വിശ്വാസത്തിന് പങ്ക് നഷ്ടപ്പെട്ടിരിക്കാം. അപ്പോൾ ഒരു ചോദ്യം വരണ ഇതാണ്, യാക്കോബ് അന്വേഷിച്ച ആദിജാതൻ്റെ അനുഗ്രഹങ്ങളെ ഇസഹാക്കിനെ പറ്റിച്ചുകൊണ്ട് യേശാവിൻ്റെ വേഷം കെട്ടി അടിച്ചു മാറ്റിയ അനുഗ്രഹം ഉൾപ്പെടെ യാക്കോബ് എന്താണ് അടിച്ചു മാറ്റിയത്? അതാണ് ചോദ്യം. യാക്കോബ് എന്താണ് അടിച്ചു മാറ്റിയത്? അത് ഭൗതിക സമ്പത്തല്ല, അതിൻ്റെ അപ്പുറത്ത് ദൈവത്തോടുള്ള ഒരു ബന്ധമാണ്. യാക്കോബിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, യാക്കോബിന് തകർച്ച ഉണ്ടായാലും യാക്കോബ് ദൈവത്തോട് പറയും, എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയും. അത് നമ്മൾ പറയുന്ന അനുഗ്രഹമല്ല, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ദൈവത്തിൻ്റെ ഒരു വരപ്രസാദം, ഗ്രേസ്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നത് അപ്പോഴപ്പോഴുള്ള ലോക്കൽ പ്രാദേശികമായ സംഭവങ്ങളെക്കാളുപരി ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. അതാണ് എളി ഉടുക്കി രാത്രി മുഴുവൻ യബോക്ക് നദിക്കരയിൽ മൽപ്പിടുത്തം നടത്തി കഴിയുമ്പോൾ അവസാനത്തെ വെട്ടി അരക്കെട്ടിൽ നിന്ന് എല്ലി വിട്ടുമാറുന്ന മുടന്തണ സമയത്തും യാക്കോബ് അന്വേഷിക്കണ ഒരു അനുഗ്രഹമുണ്ട്. യാക്കോബ് എന്താ പറയണത്? എന്നെ അനുഗ്രഹിച്ചിട്ടേ പോകാവൂ. കാരണം എന്നെ ഇതുപോലെ മുടന്തനാക്കാൻ, സ്വാധീനമില്ലാത്തവനാക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ബ്ലെസ് മീ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുർഘടങ്ങളിലും ബ്ലെസ് മീ എന്ന് പറയണം. അല്ലാതെ ദൈവമേ എനിക്കിത് പറ്റിയല്ല എന്നല്ല പറയേണ്ടത്. നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ഇപ്പോൾ ഒരു തകർച്ച ഉണ്ടായി, നമുക്ക് സങ്കടം ഉണ്ടാകുന്നു, അപ്പം നീ ഉടനെ എടുത്ത വായിക്കുമ്പോൾ ബ്ലെസ് മീ, ബ്ലെസ് മീ. അതാണ് യാക്കോബിൻ്റെ ദൈവം എന്ന് പറയണത്. എന്ന് വെച്ചാൽ യാക്കോബ് എളി ഉടുക്കിയപ്പോൾ എൻ്റെ എളി പോയേ എന്ന് പറഞ്ഞ് എൻ്റെ തൊടയിലും തൊട്ടണേ എന്ന് പ്രാർത്ഥിക്കണേ, നീ എളി നേരെ ആക്കട്ടെ എന്നല്ല പറയണത്. ബ്ലെസ് മീ. എളി അങ്ങനെ കിടക്കും, പക്ഷേ ബ്ലെസ് മീ. എൻ്റെ എളിയുടെ സൗഖ്യത്തേക്കാൾ വലുതാണ് നിൻ്റെ ബ്ലെസ്സിങ്സ് എന്ന് പറയണത്. ഇത് ഭയങ്കരമായ ഒരു സുവിശേഷമാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതാ 32:16 ഉൽപ്പത്തി പുസ്തകം. ബ്ലെസ് മീ. എളി വിട്ടുപോകുമ്പോഴും എളി സുഖപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി
പറയും ബ്ലസ് മീ. ഇതാണ് ആദിജാതൻ്റെ അനുഗ്രഹം എന്ന് പറയണത്. അതായത് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ സുഖപ്പെടാൻ വേണ്ടി ആ വിഷയത്തെ ലൊക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കും. യാക്കോബിൻ്റെ പ്രാർത്ഥന അങ്ങനെയല്ല. അതിനെക്കുറിച്ച് റെഫറൻസ് പോലും ഇല്ല. അവൻ എളി വിട്ടിരിക്കുകയാണ്, പക്ഷേ ഹി ഹാസ് റെഫറൻസ്. അവനാണ് പറയുന്നത് ബ്ലസ് മീ, എന്നെ അനുഗ്രഹിച്ചിട്ടേ പോകാവൂ എന്ന് പറയും. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ജീവിതത്തിലെ പലപ്പോഴും പരാജയങ്ങളും അതുപോലെ തകർച്ചകളും അപകടങ്ങളും ഉണ്ടാകുമ്പോഴും ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ദൈവത്തിന്റെ ആശ്വാസം പ്രാപിക്കാൻ ഒരുമ്പെടാതെ ആദിജാതന്റെ അനുഗ്രഹമായ യാക്കോബിന്റെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് യാചിക്കുവാൻ എന്നെ പ്രത്യേക വിധത്തിലെ അഭിഷേകം ചെയ്യണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ പ്രാർത്ഥന തന്നെ, ഈ പാട്ട് തന്നെയാണ് ഇനി ആവർത്തിച്ച് പാടുന്നത്. അപ്പോഴൊക്കെ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അച്ഛൻ നിങ്ങളുടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ യാക്കോബിൻ്റെ ദൈവം എന്ന് വെച്ചാൽ എല്ലാ ഭൗതിക ആനുകൂല്യങ്ങളുടെയും ശാരീരിക സൗഖ്യത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു സ്നേഹമസൃണമായ വാത്സല്യമുണ്ട്. ദാറ്റ് ആക്ച്വലി വി നീഡ്. അതാണ് യാക്കോബിൻ്റെ ദൈവം എന്ന് പറയണത്. യേശാവ് ആഗ്രഹിച്ചിരുന്ന അത് ഭൗതികമായ ആനുകൂല്യം നഷ്ടപ്പെട്ടല്ലോ എന്നാണ്. പക്ഷെ പിന്നീട് നിൻ്റെ ശത്രുവിന് നിന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ പോലും അത് പോയി റെക്ടിഫൈ ചെയ്യണത്, പരിഹരിക്കണത് നിൻ്റെ ദൈവത്തിൻ്റെ മേലുള്ള ആശ്രയം കൊണ്ടും ദൈവത്തോടുള്ള നിൻ്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് പൗലോസിൻ്റെ വചനം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ വെളിപാടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമൃദ്ധമായ ദൈവം നമ്മളെ ഈ ശുശ്രൂഷകളിലൂടെ ശക്തമായി നയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ, നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. പല പല ആവലാദികളൊക്കെ ഉണ്ടാവും, ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ ദൈവത്തെയാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഭൗതികമായ ആവശ്യങ്ങളുടെയും ശാരീരിക സൗഖ്യങ്ങളുടെയും അപ്പുറത്ത് അങ്ങയുടെ കൃപ അന്വേഷിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. കർത്താവേ, ആദിജാതന്റെ അനുഗ്രഹത്തെ ഭൗതികമായ സമ്പത്തായി മാത്രം കണ്ട യേശാവിന്റെ വിശ്വാസത്തിൽ നിന്ന് കർത്താവേ, ഭൗതിക സമ്പത്തിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ വാത്സല്യവും ആദിജാതന്റെ നിധിയായി കണ്ട യാക്കോബിന്റെ വിശ്വാസത്തിലേക്ക് എന്റെ വിശ്വാസത്തിന്റെ നിലവാരത്തെ ഉയർത്തണമേ. ഇവിടെ വന്ന ഒരു വിഷയം ഇതാണ്. യേശാവ് ആദിജാതന്റെ അനുഗ്രഹത്തെ അനുഗ്രഹമായിട്ട് കണ്ടു, ബ്ലെസ്സിങ്സ് ആയിട്ട് കണ്ടു, ഫിസിക്കൽ ഫേവേഴ്സ്. അതാണ് യേശാവിൻ്റെ ദൈവം, അതാണ്. പക്ഷേ യാക്കോബിൻ്റെ ദൈവം അതല്ല. യേശാവിൻ്റെ ദൈവം എന്ന് പറയുന്നത് ആദിജാതൻ്റെ അനുഗ്രഹത്തെ ഫിസിക്കൽ ഫേവേഴ്സ് അനുഗ്രഹമായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്. ദൈവത്തിന് നമുക്ക് ലഭിക്കാനുള്ളത് എന്താണ്? ഭൗതികമായ. കർത്താവിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ജഡം ഫലശൂന്യമാണെന്നാണ്. ജഡം പരശൂന്യമത്രേ. ജഡികമായ അനുഗ്രഹങ്ങൾ, ആനുകൂല്യങ്ങൾ, അതാണ് യേശാവ് കണ്ടത്. അതിന് നമ്മൾ ബ്ലെസ്സിങ്സ് എന്ന് പറയും. പക്ഷേ യാക്കോബ് കണ്ടത് എന്താണ്? അതിൻ്റെ അപ്പുറത്ത് കൃപയാണ് കണ്ടത്. ആദിജാതൻ്റെ അനുഗ്രഹം എന്ന് പറയണത് ഭൗതിക അനുഗ്രഹമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് യാക്കോബിന് ദൈവം, കൃപ നൽകുന്ന ദൈവം. യേശാവിന് ദൈവം, ഭൗതിക അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവം. ഇതിൻ്റെ ഈ വിഷയമാണ് അവിടെ വരുന്നത്. നീ എന്ന് ഭൗതിക അനുഗ്രഹങ്ങളെക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടിയും നിൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നീ യാക്കോബിന് ദൈവത്തിൻ്റെ ശക്തിയാണ് ലഭിക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, നമ്മളുടെ രോഗസൗഖ്യ മേഖലകളിലേക്ക്
അച്ഛൻ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും നിങ്ങളുടെ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും നിങ്ങളുടെ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യീശോയെ, അനേകം മക്കളെ ഈ സമയം വേദന കൊണ്ട് സഹിക്കാൻ പാടില്ലാത്ത ഒരു ഈശോയെ, വേദനയുള്ള ഇടങ്ങളിൽ കൈവച്ചുകൊണ്ട് നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ഇപ്പോഴും വിദൂരങ്ങളിലും സമീപസ്ഥ അങ്ങയുടെ തിരുസന്നിധി, ഈശോയുടെ തിരുസന്നിധിയിൽ വേദന കൊണ്ട് വിഷമിക്കുന്ന മക്കൾ എവിടെയെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ ആ കൈകളിലെല്ലാം ഈ നിമിഷം അത് കർത്താവിനെ അണിപ്പെടുത്താർന്ന് വലതുകരമായി മാറാൻ വേണ്ടി ദൈവികമായ ശക്തി അതൊക്കെ ആവശ്യിക്കാൻ വേണ്ടി പരിശുദ്ധയുടെ മധ്യസ്ഥലെ യേശുനാമത്തിൽ കൽപ്പിക്കുന്ന IELTS പോലുള്ള പരീക്ഷകൾ എഴുതുന്നവരും മറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയെല്ലാം ഒരുങ്ങുന്നവരില്ലേ, പല പുസ്തകങ്ങളാണുള്ളത്. പുസ്തകങ്ങളിപ്പോൾ എടുത്തു വെക്കണം. നിങ്ങൾ അപ്പോൾ ലാപ്ടോപ്പാണുള്ളെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് വെക്കണം. ഇനിയിപ്പോൾ പരീക്ഷക്കൊന്നും ഇപ്പം ഇല്ല, ഇനി പോകാൻ പോണതേ ഉള്ളൂ, ഒരുങ്ങണതേ ഉള്ളൂ എങ്കിൽ ആ ഉപകരണം ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം എടുത്ത് കൈ വെക്കണം. ഇപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ എൻജിനീയേഴ്സ് ആണെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് അപ്പാരറ്റസ് കൊണ്ടുവന്ന് വെക്കണം. ഈ സമയത്ത് മുമ്പിൽ വെക്കണം. പരിശുദ്ധമ്മ മധ്യസ്ഥം വഹിച്ചിട്ട് ജീവകാരുണ്യ ഈശോ നിൻ്റെയൊക്കെ ഭക്ഷണത്തിലുള്ള വകയ്ക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റ് ആശീർവദിക്കാൻ പോവുകയാണ്. ഒരു മിനിറ്റ് തരാം. ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിലും ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും എൻ്റെ മക്കൾ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അതൊന്നുമില്ലെങ്കിൽ അത് മനസ്സിലോർത്ത് നെഞ്ചത്ത് കൈവെക്കണം. ഒരു അപ്പാരറ്റസ് ഒന്നുമില്ല, പേനയും ഇല്ല, പെൻസിലും ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നീക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നീ അതെല്ലാം ഓർത്ത് മനസ്സ് നെഞ്ചത്ത് കൈവെക്കണം. ഭൗതിക സാഹചര്യങ്ങളുടെ മേലും കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയുള്ള ദിവ്യകാരുണ്യ മരിയൻ ദിവ്യകാരുണ്യ പ്രാർത്ഥനയുടെ സമയമാണിത്. മരിയൻ ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയും. അമ്മയുടെ മധ്യസ്ഥരുള്ള ആരാധന. ഇനി മരുന്നുണ്ടെങ്കിൽ അതെടുത്ത് കൈ വെക്കണം. പക്ഷേ പറഞ്ഞില്ലേ, മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ശരീരത്തിൽ ഏക്കണില്ല എന്ന് പറഞ്ഞില്ലേ, ആ മരുന്ന് ബ്ലസ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അത് കാര്യം മരുന്നും ഡോക്ടർമാരെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മനുഷ്യരാശിക്ക് ലഭിച്ചിട്ടുള്ള ദൈവപരിപാലനയുടെ ഭാഗമാണ്. മരുന്ന് കഴിക്കുന്നവരത് മാറുന്നില്ല, കഴിച്ചാൽ ആ മരുന്നെടുത്ത് വെക്കുക. അതെല്ലാം എടുത്ത് വെച്ച് വിശ്വാസപൂർവ്വം ശരിയാവും. ഇപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം അതിലേക്ക് ആവശ്യിക്കുകയും നിൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ വരുമ്പോൾ മോളിക്കൂൾ ശരിയായിരിക്കാം, പക്ഷേ നിൻ്റെ ശരീരമായിട്ട് ചിലപ്പോഴത് ഇനാക്റ്റീവ് ആകും. അങ്ങനെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും നെഞ്ചത്ത് കൈവെപ്പിക്കണേൻ്റെ കാര്യം അതാ. അപ്പോൾ അതിൻ്റെ ശരീരം കൂടി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ തളിക്കപ്പെടുകയാണെങ്കിൽ അത് പെട്ടെന്ന് അത് വിഷയമെല്ലാം മാറും, ദൈവാനുഗ്രഹം പ്രാപിക്കും. ഇപ്പോൾ മക്കളില്ലാത്തവരങ്ങ് അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. ആന്തരിക അവയവങ്ങൾക്കെല്ലാം കുഴപ്പങ്ങളുള്ളവർ ഏത് അവയവമാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ മീതെ ശരീരത്തിൻ്റെ ഭാഗത്ത് കൈവെക്കണം. തൈറോയ്ഡുകാർ തൊണ്ടയ്ക്കും, ഹൃദയവേദനയുള്ളവർ നെഞ്ചത്തും, പാങ്ക്രിയാസുകാർ നെഞ്ചിൻ്റെ താഴെയും, ഉദരരോഗികൾ ഉദരത്തിൽ, മറ്റു രോഗികൾ അടിവേറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രോഗികളും അടിവേരിലും കൈവെക്കണം. അസ്ഥി രോഗികളെ കൈകളിലുള്ള അസ്ഥികളിൽ പരസ്പരം കൈവച്ച് പ്രാർത്ഥിക്കണം. ഇതൊരു സീരിയസ് ആയിട്ട് പ്രെയറാണ്. കൃപാസനത്തിന് പരിശുദ്ധ ഉടമ്പടിയോടുകൂടെ ചേർത്ത് നൽകിയ ഒരു പ്രാർത്ഥനാ രീതി ആയതുകൊണ്ട് ഒത്തിരി പേര് ഈ മേഖലയിൽ സാക്ഷ്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം കേൾക്കുന്നവർ വിസ്മയിക്കുകയൊന്നും വേണ്ട, നീ വിശ്വാസത്തിൻ്റെ സാക്ഷിയായി മാറിയിരിക്കും. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
മക്കളെ അറിയാവുന്നൊരു വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം. വിശ്വാസപ്രമാണം അറിയാത്തവർ യേശുവേ എൻ്റെ രക്ഷക, എന്നെ സാക്ഷിയാക്കി മാറ്റണമേ, അത് പറഞ്ഞാൽ മതി. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെന്ന് കർത്താവേ, കർത്താവേ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെന്ന് കർത്താവേ. ഈശോയുടെ മക്കൾ അവരുടെ ജീവിത ഭൗതിക സാഹചര്യങ്ങളെയും ജീവിത ദുരിതങ്ങളെയും എല്ലാം രോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇപ്പോഴേ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ മനസ്സിലോർത്തുകൊണ്ട് നിയോഗം വെക്കുന്നുണ്ടോ, ആ നിയോഗ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ വലതുകരം പതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. ഈശോ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. 35 വർഷം അർപ്പിച്ച കുർബാനയുടെ ശക്തി, കൃപാസാൽത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ കർത്താവിൻ്റെ മുൾക്കിടത്തെ പ്രതി, തിരുവിലാവിലെ മുറിവിനെ പ്രതി, കർത്താവിൻ്റെ കഴിച്ച കരചരണങ്ങളെ ആണിപ്പടുതികളെ പ്രതി, ശരീരം ആസുകരം ഒലിക്കുന്ന മനുഷ്യരക്ഷയെ പ്രതി അനുഭവിച്ച പീഡാസനങ്ങളുടെ വിശുദ്ധ രക്തത്തെ പ്രതി യേശുവിൻ്റെ നാമത്തിലെ കർത്താവിൻ്റെ വലിയ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം ഹല്ലേലൂയ, ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, മാരക രോഗങ്ങൾ, കർത്താവേ തീരാവ്യാധികൾ, കർത്താവേ ജീവിതത്തിൻ്റെ വിശുദ്ധ കർത്താവേ പരീക്ഷയെ തോറ്റു പോകുന്നവർ, പല പല ഉദ്യമങ്ങൾക്ക് പരാജയപ്പെട്ട് പോകുന്നവർ, കർത്താവ് ബാങ്കിലായാലും കർത്താവ് ലോൺ ലഭിക്കാനായാലും മക്കൾക്ക് കർത്താവ് അഡ്മിഷൻ കിട്ടാനായാലും എന്തെല്ലാം വിഷയങ്ങൾക്ക് മക്കൾ പരാജയപ്പെട്ട് പോകുന്നുണ്ടോ, ജീവിതത്തിൽ നൈരാശ്യം അനുഭവിക്കുന്നുണ്ടോ, ആ മേഖലകളെല്ലാം വിവാഹമൊത്ത് വരാത്തവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ജോലിക്ക് കയറ്റമില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, കർത്താവ് പലതരത്തിൽ തൊഴിൽപരമായ തടസ്സങ്ങളെ വിസായും അതുപോലെയുള്ള തടസ്സങ്ങൾ കർത്താവേ നീ ഇപ്പോഴും അത് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും ഭൗതിക ദുരിതങ്ങളെ ഈ നിമിഷം ഈശോ എടുത്തു മാറ്റുകയും ചെയ്യട്ടെ. തടസ്സങ്ങളെ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. കൈകൾ കൂപ്പി കണ്ണടച്ച് മൗന പ്രാർത്ഥനയുടെ സമയമാണ്. ശിരസ്സ് നമിച്ച് വേണം പ്രാർത്ഥിക്കാൻ. എന്തെങ്കിലും വിഷയം പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇപ്പോഴ് നിന്നെ അലട്ടുന്ന എന്തെങ്കിലും വിഷയം പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇപ്പോഴ് കൈകൂപ്പി കണ്ണടച്ച് ശിരസ്സ് നമിച്ച് ദിവ്യകൃപാന്റെ തിരുസന്നിധിയിൽ മൗനമായി പ്രാർത്ഥിക്കട്ടെ. അടുത്ത ഞായറാഴ്ച അച്ഛൻ വീണ്ടും ഈ ആൾക്കാരെ വരുന്നതിനുള്ളിൽ സാക്ഷ്യം പറയാൻ ഇടയാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ഇപ്പം മൗനമായി പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളും ഞാൻ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുകയാണ്. ഈശോയെ അവിടെ ആ വിശ്വാസത്തെ പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശ്വാസത്തെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ. എല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് കൈകൾ കൂപ്പി ശിരസ്സ് നമിച്ച് യേശുവിടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.
ഈശോയെ